നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പോർച്ചുഗൽ സ്പെയിനിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് യുവേഫ നേഷൻസ് ലീഗിൽ മുത്തമിടുമ്പോൾ അതിൽ പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് കിടിലൻ പെർഫോമൻസ് നടത്തിയ ന്യൂനോ മെൻഡസ് ആണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന 40-കാരൻ കളിക്കളത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം 88 മിനിറ്റോളം കളിച്ചു. പരിക്കിൻ്റെ പിടിയിലായിട്ടും അദ്ദേഹം കളത്തിലിറങ്ങി ടീമിന് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗോൾ കണ്ടെത്തുകയും ചെയ്തു. ആ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സാന്നിധ്യം ഈ പോർച്ചുഗീസ് ദേശീയ ടീമിന് എത്രത്തോളം വിലപ്പെട്ടതാണ്, ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഈ പോർച്ചുഗീസ് ദേശീയ ടീമിലുള്ള സ്ഥാനം എന്താണ്, വളരെ കൃത്യമായിട്ട് ന്യൂനോ മെൻഡസ് അത് വിശദീകരിക്കുന്നുണ്ട്. കളിക്ക് ശേഷം അദ്ദേഹം പറയുകയാണ്, ഞങ്ങളെല്ലാവരും ക്രിസ്ത്യാനോയുടെ കാര്യത്തിൽ ഹാപ്പിയാണ്. വി ആർ വെരി ഹാപ്പി ഫോർ ക്രിസ്ത്യാനോ. പുതിയ കിരീടം. ക്രിസ്ത്യാനോ ഞങ്ങളെ കളിക്കളത്തിനകത്തും പുറത്തും ഒരുപാട് സഹായിക്കുന്നയാളാണ്. ഒരുപാട് ഉപദേശങ്ങൾ അദ്ദേഹം ഞങ്ങൾക്ക് തരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് പേഴ്സണാലിറ്റി, വിന്നിങ് മെൻറ്റാലിറ്റി, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടീമിന്. അദ്ദേഹം ഈ ടീമിലെ യുവതാരങ്ങൾക്കൊരു റോൾ മോഡലാണ്. സോ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഞങ്ങളുടെ ലീഡർ എന്ന് ന്യൂനോ മെൻഡസ് പറയുന്നു. എല്ലാം അതിലുണ്ട്. ഈ ടീമിൽ ഒരുപാട് യുവതാരങ്ങളുണ്ട്. ഈ ടീമിലെ താരങ്ങൾ ഓൺ ആൻഡ് ഓഫ് ദി പിച്ചിൽ അദ്ദേഹം വലിയ സഹായമാണ്. ഒരുപാട് ഉപദേശങ്ങൾ അദ്ദേഹം കൊടുക്കാറുണ്ട്. കളിക്കളത്തിലെ അദ്ദേഹം ആ താരങ്ങളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നു. അദ്ദേഹം തന്നെയാണ് അവരുടെ ലീഡർ. ഇങ്ങനെ പരിക്കിൻ്റെ പിടിയിലായിരുന്നിട്ടും കളത്തിലിറങ്ങി ടീമിന് വേണ്ടി സർവ്വം സമർപ്പിക്കാൻ CR7 തയ്യാറാവുമ്പോൾ അതിലുണ്ട് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ്. അത് യുവതാരങ്ങൾക്കൊരു വലിയ മാതൃകയുമാണ്. എന്തായാലും ന്യൂനോ മെൻഡസിൻ്റെ വാക്കുകൾ വളരെ കൃത്യമാണ്. പോർച്ചുഗൽ ഹാപ്പിയാണ്, CR7 ഹാപ്പിയാണ്, ആരാധകർ ഹാപ്പിയാണ്. CR7 തന്നെയാണ് അവരുടെ ലീഡർ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.